Here we discuss the limits of a function when it takes indeterminate forms. ഇപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്താണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് വി വിൽ ഡിസ്കസ് ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സപ്പോസ് എക്സ് ടേക്സ് സം വാല്യൂസ്. എക്സിന് നമ്മൾ x1, x2, x3 ഇങ്ങനെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഓഫ് x1, എഫ് ഓഫ് x2, f of x3, etc. If x approaches the value a, then to what value f of x approaches? അത് f of a എന്ന് പറയുന്ന വാല്യൂസിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ f of a എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുക. As x approaches a, f of x approaches to f of a, and if this value exists as L, we say that L is the limit of the function. So for example, suppose we are considering limit x tends to infinity of the function 1 by x. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലിമിറ്റ് x tends to infinity of 1 by x. അപ്പോൾ ഇവിടെ f of x ന്റെ സ്ഥാനത്ത് 1 by x ആണ്. x അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 by x നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ x ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സിന്റെ വാല്യൂസ് വലുതായി അത് ലാർജർ ആൻഡ് ലാർജർ നമ്മൾ എടുക്കണം. എക്സ് സപ്പോസ് എക്സ് ഈസ് ടേക്കൺ ആസ് 1, ദെൻ ദിസ് ഈസ് 1 by 1 ഈക്വൽ ടു 1. സപ്പോസ് എക്സ് ഈസ് 10, ഇറ്റ് ഈസ് 1 by 10 ഈക്വൽ ടു 0.1. എളുപ്പമുള്ള വാല്യൂസാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഒരു ആർഗ്യുമെന്റ് അങ്ങ് പറയുന്നതേ ഉള്ളൂ. സപ്പോസ് വി ആർ ടേക്കിംഗ് 10,000, ദിസ് ഈസ് 1 by 10,000, ദാറ്റ് ഈസ് 0.0001. ഇതിൻ്റെ അത് നമുക്കൊരു ട്രെൻഡ് മനസ്സിലാവും. ആസ് എക്സ് ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ, ദാറ്റ് ഈസ് എക്സ് അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി, ദ വാല്യൂ ഓഫ് ദ എഫ് ഓഫ് എക്സ് ബിക്കംസ് സ്മോളർ ആൻഡ് സ്മോളർ ആൻഡ് ഇഫ് ടെൻസ് ടു 0. That is, as x approaches infinity, 1 by x approaches 0. അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 0 എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we say that 0 is the limit of the function 1 by x as x tends to infinity. Actually x equal to infinity എന്ന് നമ്മൾ പറയുന്നില്ല. അത് ആ പർട്ടിക്കുലർ വാല്യൂ എടുക്കുന്നില്ല. x ഇൻഫിനിറ്റിയോട് എത്രമാത്രം അടുത്ത് വരുന്നോ അത്രമാത്രം എഫ് ഓഫ് എക്സ് 0യോട് അപ്രോച്ച് ചെയ്യും എന്നാണ് നമ്മൾ ഇതിലൂടെ മീൻ ചെയ്യുന്നത്. As x approaches to infinity, f of x approaches to 0, and since this value exists as x tends to infinity, they say that the limit of the function is 0. Okay. Similarly, we can define. ഇപ്പോൾ നമ്മൾ x 0 അപ്രോച്ച് ചെയ്യുന്നു. നമ്മൾ പറയുന്നു സപ്പോസ് x approaches to a and f of x approaches to f of a. ഈ വാല്യൂയിലോട്ടാണ് പോകുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ എൽ ആണെങ്കിൽ വി സേ ദാറ്റ് എൽ ഈസ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് എ, ആൻഡ് സിംബോളിക്കലി വി റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് എൽ. സോ ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് ദ വാല്യൂ ആസ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് വെൻ എക്സ് അപ്രോച്ചസ് എ. എക്സ് എയിനോട് അടുത്ത് വരുന്നതോറും എഫ് ഓഫ് എക്സ് ഏത് വാല്യൂയിലോട്ടാണ് അടുത്ത് വരുന്നത് ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിനോട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എക്സ് എയിനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിനോടാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അത് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്പർ ലൈൻ എടുക്കുന്നു. ഇതാണ് ഇവിടെയാണ് എ കിടക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ എയിനോട് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അത് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, എക്സ് അപ്രോച്ചസ് എ ത്രൂ ദ വാല്യൂസ് ഓഫ് എക്സ് വിച്ച് ആർ ലെസ് ദാൻ എ. എയിനേക്കാളും ചെറിയ വാല്യൂവിൽ കൂടി എയിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ എക്സ് എയിനേക്കാളും ചെറിയ വാല്യൂസിലൂടെയാണ് എയിലോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ എക്സ് ഈസ് ഓഫ് ദ ഫോം എ മൈനസ് എച്ച് അല്ലെ. എയിനേക്കാളും ചെറിയ വാല്യൂസിൽ കൂടി എയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് എക്സ് എയിനെ അപ്രോച്ച് ചെയ്യുന്നത് through values of x which are less than a. If x approaches a through the left, we call it as the left hand side limit. Limit x tends to a minus. This minus stands for the values of x which are less than a. a നേക്കാളും ചെറിയ വാല്യൂ കൂടി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് പറയും. ലിമിറ്റ് x tends to a, f of x tends to a minus f of x is defined as എക്സ് എയിനോട് അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ചാൽ എച്ച് എന്താകണം? എച്ച് 0യിലൂടെ പോകണം. ഓക്കെ,
അപ്പോൾ h 0 ആണെങ്കിലാണ് x equal to a ആകുന്നത്. സോ x approaches a is same as h approaches 0. So this is same as limit h tends to 0 of f of a minus h. We are making the substitution x equal to a minus h and take the concept that x approaches a if h approaches 0. So the left hand side is defined as limit x tends to a minus of f of x is limit h tends to 0 f of a minus h എന്ന് പറയും. Similarly, x can approaches a from the right. അതായത് എയിനേക്കാളും വലിയ വാല്യൂവിൽ കൂടി എയിനോട് അപ്രോച്ച് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് എ പ്ലസ് എച്ച് ഫോമിലുള്ള എയിനേക്കാളും വലിയ വാല്യൂസിൽ കൂടി റൈറ്റ് സൈഡിൽ നിന്നും എക്സ് എയിനെ അപ്രോച്ച് ചെയ്യും. ഇപ്പോൾ സെയിം കൺസെപ്റ്റ് പ്രകാരം എക്സ് എ ആവണമെങ്കിൽ എച്ച് എന്താണ് 0 ആണ്. സോ എക്സ് അപ്രോച്ചസ് എ ആസ് എച്ച് അപ്രോച്ചസ് 0. It is called the right hand side limit. Limit x tends to a plus of f of x, which is same as limit h tends to 0 of f of a plus h. അങ്ങനെ രണ്ട് തരം ലിമിറ്റ്സ് ഒരു ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യാം. ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഈക്വലും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ exist if and only if the left hand side and right hand side limit exist and equal. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം, അതിന്റെ രണ്ടിന്റെ വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം, അതുകൂടാതെ രണ്ടും സെയിമും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കോമൺ വാല്യൂവിനെയാണ് നമ്മളൊരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ലാതിരിക്കുന്ന കേസ് വരാം. അത് ഏതൊക്കെയാണ്? ഒന്നുകിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, അതും അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്തിട്ടും അതിന്റെ വാല്യൂസ് ഈക്വൽ ആകാതിരിക്കാം. ഇതിൽ ഏത് കേസ് വന്നാലും ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഐദർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് ഓർ ബോത്ത് ഓഫ് ദ ലിമിറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് even if they are exist and unequal, then we can say that the limit of the function does not exist. അപ്പോൾ ഇതാണ് ലിമിറ്റിനെ കുറിച്ചുള്ള ഒരു കോമൺ ഐഡിയ. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. കൺസിഡർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x. അത് നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഓഫ് 1/x എന്ന് പറയുന്നത് സെയിം ആസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഓഫ് 1/a പ്ലസ് എച്ച് ആണ്. എയുടെ സ്ഥാനത്താണ് 0 കൊടുക്കുന്നത്, 0 പ്ലസ് എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h. അപ്പോൾ എച്ച് 0 പോകുമ്പോൾ 1/h എങ്ങോട്ട് പോകണം? ഇൻഫിനിറ്റിയിലോട്ട് പോകും. ശരിയല്ലേ? ലിമിറ്റ് എച്ച് 0 പ്ലസ് എച്ച്, അതായത് എച്ച് 0 പോകുന്നത് വലിയ വാല്യൂസിൽ നിന്നും 0 അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു 1 ആണെങ്കിൽ എച്ച് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് 1/1 ഈക്വൽ ടു 1 വരും. എച്ച് ഈക്വൽ ടു ഒരു 0.5 ആണെങ്കിൽ ദിസ് ഈസ് 1 ഡിവൈഡ് ബൈ 0.5 ദാറ്റ് ഈസ് 2 വരും. എച്ച് ഈക്വൽ ടു ഒരു 0.0001 ആണെങ്കിൽ ഇത് 1/0.0001 എന്ന് വെച്ചാൽ 10,000 വരും. അങ്ങനെ വാല്യൂസ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 0 പോകുന്നതോറും 1/hന്റെ വാല്യൂ എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലോട്ട് പോകും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ഓഫ് 1/x. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഓഫ് 1/0 മൈനസ് എച്ച്. അല്ലേ? എ പ്ലസ് എച്ചിന് പോലെ നമ്മൾ എ മൈനസ് എച്ച് എഴുതി. ദിസ് ഈസ് മൈനസ് ഓഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഓഫ് 1/h. ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഫിനിറ്റിയാണ്. സോ അവിടെ ഒരു മൈനസും കൂടി ഉള്ളതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റിയാണ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇൻഫിനിറ്റിയും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റിയുമാണ്. ഓക്കെ, ബോത്ത് എക്സിസ്റ്റ് ബട്ട് ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജനറലി നമ്മൾ നോക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് 0 1/x എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് 0 കൊടുത്താൽ അത് 1/0 എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് പോകും. അത് അൺഡിഫൈൻഡ് ആണ് എന്ന് നമുക്ക് ചുമ്മാ വേഗമായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാ കേസിലും ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി എക്സിസ്റ്റ് ചെയ്താൽ തന്നെ അത് നമുക്ക് ചിലപ്പോൾ ഈ വാല്യൂ അതിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയാൽ അൺഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ കൺസിഡർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x. ഇപ്പം നോർമലി ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് 0 കൊടുത്താൽ ദിസ് ഈസ് sin 0/0 എന്ന ഫോം വരും. sin 0 ആണ് ഡിവൈഡ് ബൈ 0. അതൊരു 0/0 ഫോമിലേക്ക് പോകും. അത് നമ്മൾ പറയും അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ കൺസിഡർ ലിമിറ്റ്
എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു. അപ്പോൾ എക്സ് ഇൻഫിനിറ്റി എന്നൊരു വേഗമായിട്ടൊരു നമ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഇത് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്നൊരു ഫോമിലേക്ക് വരും. അത് നമ്മൾ പറയും ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഓക്കെ, ആ ലിമിറ്റും അവിടെ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് കിടക്കും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ജനറലി നമ്മൾ രണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. 0/0 ലിമിറ്റ് എടുക്കുമ്പോൾ 0/0 വരുന്ന ഫോം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുന്ന ഫോം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ബാക്കിയുള്ള ഏത് ഇൻഡിറ്റർമിനേറ്റ് ഫോമും നമുക്ക് റീപ്ലേസ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത് സപ്പോസ് വി ഹാവ് 0 ഇൻറ്റു ഇൻഫിനിറ്റി, ഇങ്ങനെ ഒരു ഫോം വരാം, അല്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. പക്ഷേ all these forms can be transformed to either 0/0 ഫോം ഓർ ഇൻഫിനിറ്റി ഫോമിലേക്ക് അതിൻ്റെ ലിമിറ്റ്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ജനറലി നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 0/0 ഫോമിലുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആയിട്ട് വരുന്ന ലിമിറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇൻഫിനിറ്റിനെ കുറിച്ച് പഠിക്കും. ദെൻ ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ കേസുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 0/0 എന്ന് പറയുന്ന ഈ ഫോമിലേക്ക് വരുന്ന ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എൽ ഹോസ്പിറ്റൽസ് റൂളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 0/0 ഫോമിലേക്ക് വരികയാണെങ്കിൽ അതിന് എങ്ങനെ എൽ ഹോസ്പിറ്റൽസ് റൂൾ വഴി എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഇപ്പോൾ റൂള് പറയുന്ന ഇതാണ്. സപ്പോസ് we are finding limit x tends to a of a function f of x by g of x. Okay, അപ്പോൾ ജസ്റ്റ് x ഈക്വൽ ടു a കൊടുത്താൽ ഇത് നമുക്ക് എങ്ങനെ വരും? f of a ഡിവൈഡ് ബൈ g of a എന്ന് വരും. ഇവിടെ f of a യും 0 ആണെങ്കിൽ സപ്പോസ് f of a 0 ആൻഡ് g of a 0, f of a യും g of a യും, അതായത് എക്സിന് പകരം a കൊടുത്താൽ ന്യൂമറേറ്ററും 0 ആയി പോകും, ഡിനോമിനേറ്ററും 0 ആയി പോയാൽ it will be in the indeterminate form 0/0. So if we are finding limit x tends to f of x by g of x such that f of a equal to 0 and g of a equal to 0, then the value of the limit x tends to a f of x divided by g of x, its value will be f dash a divided by g dash a. ഇതായിരിക്കും പ്രൊവൈഡഡ്. അതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, f dash a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, ജി ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഡാഷ് എയും ജി ഡാഷ് ഓഫ് എയും എഫ് ഡാഷ് എയും ജി ഡാഷ് എയും എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ജി ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0യും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിനെ എഫ് ഡാഷ് എ ഡിവൈഡ് ബൈ ജി ഡാഷ് എ എന്ന് വിളിക്കാം. ദിസ് ഈസ് ദ വീക്കസ്റ്റ് ഫോം ഓഫ് ദ എൽ ഹോസ്പിറ്റൽസ് ഫോം. എൽ ഹോസ്പിറ്റലിലുള്ള രണ്ട് ഫോം ഉണ്ട്. ഒന്ന് വീക്കസ്റ്റ് ഫോമും വീക്ക് ഫോമും, ഒന്ന് സ്ട്രോങ് ഫോം. അപ്പോൾ വീക്ക് ഫോം പറയുന്ന ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എ ആൻഡ് ജി ഓഫ് എ ആർ സീറോസ്. എഫ് ഓഫ് എ ഈസ് 0 ആൻഡ് ജി ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ എഫ് ഡാഷ് എയും ജി ഡാഷ് എയും എക്സിസ്റ്റ് ചെയ്യണം, അത് വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ ജി ഡാഷ് എ, ഈ ഡിനോമിനേറ്റർ വരുന്ന ജി ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0യും ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എ ബൈ ജി ഡാഷ് എ എന്ന്. റൂൾ ഒന്നുകൂടെ പറയാം. ദ വീക്ക് ഫോം ഓഫ് ദ എൽ ഹോസ്പിറ്റൽസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു 0, ജി ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ആൻഡ് ജി ഡാഷ് എ എക്സിസ്റ്റ് സച്ച് ദാറ്റ് ജി ഡാഷ് എ ഈസ് നോൺ 0. If these conditions are satisfied, then limit x tends to a f of x divided by g of x is same as f dash a by g dash a. f dash a എന്ന് പറയുന്നത് f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് x ഈക്വൽ ടു a എന്ന് കൊടുക്കും. g dash a യും അതുപോലെ തന്നെ g of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ g dash x കിട്ടും, അവിടെ x നെ a കൊണ്ട് റീപ്ലേസ് ചെയ്യാം. This is the weak form of the L hospital. Then comes the strong form. അവിടെ പറയുന്നത് എഫ് ഡാഷ് എയും ജി ഡാഷ് എയും എക്സിസ്റ്റ് ഇൻ ആൻ ഇന്റർവെൽ. ഒരു ഇന്റർവെല്ലിൽ എല്ലാ വാല്യൂസ്, ഒരു ഇന്റർവെൽ എ ബി എടുത്താൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിലും എഫ് ഡാഷ് എക്സും ജി ഡാഷ് എക്സും എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ,
f of x and g of x are differentiable in an open interval. ക്ലോസ് ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എഫ് ഡാഷ് എക്സും ജി ഡാഷ് എക്സും എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ജി ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമ്മളൊന്ന് ജനറലൈസ് ചെയ്തു. ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ ബി. ഏതെങ്കിലും ഇന്റർവെൽ, ഇപ്പം നമ്മൾ എ എടുത്ത് പോയതുകൊണ്ട് ഇത് വേറൊരു ഇന്റർവെല്ലാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു B1 B2 ആയിക്കോട്ടെ. ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എ ഇൻ ദ ഓപ്പൺ ഇന്റർവെൽ B1 B2. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ. എഫ് ഡാഷ് എ ജി ഡാഷ് എ എക്സിസ്റ്റ് ചെയ്യണം. അത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് പർട്ടിക്കുലർ വാല്യൂ മാത്രമേ നമ്മൾ പറയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഫോർ ഓൾ വാല്യൂസ് ഇൻ ആൻ ഓപ്പൺ ഇന്റർവെൽ, അങ്ങനെയായിട്ടുള്ള എല്ലാ എക്സിനും എഫ് ഡാഷ് എക്സും ജി ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് വിച്ച് ആർ നോട്ട് ഈക്വൽ ടു എ. അങ്ങനെയും ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ആയിരിക്കും. ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂളിൻ്റെ സ്ട്രോങ് ഫോം. എഫ് ഓഫ് എയും ജി ഓഫ് എയും 0 ആയിരിക്കണം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഡിഫറൻഷ്യബിൾ ഇൻ ആൻ ഇന്റർവെൽ സേ B1 B2 ഓപ്പൺ ഇന്റർവെൽ B1 B2 ആയിരിക്കണം. അതുപോലെ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എ ഇൻ ദ ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കണം. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ തിയറത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫൈൻഡ് ലിമിറ്റ് x tends to 1 of 1 minus x divided by log x. അപ്പോൾ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് എ ജി ഓഫ് എയും നോക്കാം. എക്സ് 1 ആകുമ്പോൾ ഇത് 1 മൈനസ് 1 0 ആകും. എക്സ് 1 ആകുമ്പോൾ ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് 1 0 ആയിരിക്കും. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. എഫ് ഓഫ് 1 ദാറ്റ് ഈസ് 1 മൈനസ് 1 0 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ജി ഓഫ് എ എന്ന് പറയുന്നത് ജി ഓഫ് 1 ആണ്. ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് 1 ആണ്. ലോഗ് 1 0 ആണ് നമുക്കറിയാം. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് 1ഉം ജി ഓഫ് 1ഉം 0 ആണ്. ഇനി എന്ത് ചെയ്യണം? ജി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഓഫ് 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ഓക്കെ, ഇപ്പോൾ ന്യൂമറേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഓഫ് ഇത് മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് ആയി. ഇനിയിപ്പോൾ എക്സിന് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സിന് 1 കൊടുക്കാം. വി ഗെറ്റ് ദ വാല്യൂ ആസ് -1. ഓക്കെ, അപ്പോൾ അത് 0/0 എന്ന് പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വന്നപ്പോൾ അതിന് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ വന്നു. ഇനി എൽ ഹോസ്പിറ്റൽ റൂൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ വീണ്ടും 0/0 വരുവാണെങ്കിൽ വീണ്ടും അതിൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കതിന് കണ്ടിന്യൂസ്ലി ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ നോൺ സീറോ ആകുന്ന വരെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. എക്സ് ടെൻസ് ടു 0 ആണ്. അതായത് എഫ് ഓഫ് 0 നോക്കുക, 0 മൈനസ് സൈൻ 0 0 ആണ്. ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന എക്സ് ക്യൂബാണ്. ജി ഓഫ് 0 എന്ന് പറയുന്നത് 0 ക്യൂബാണ് 0. ഇപ്പോൾ എഫ് ഓഫ് 0യും ജി ഓഫ് 0യും 0 ആണ്. ഇപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ന്യൂമറേറ്ററിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². ഓക്കെ, അപ്പോൾ വീണ്ടും
ഇത് നമ്മൾ എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ ഇതെന്താവും 1. ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. അതായത് നമ്മൾ ജി ഡാഷ് ഓഫ് 0 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 3x സ്കോറിൽ എക്സിന് 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് 0 ആയിപ്പോവും. ജി ഡാഷ് ഓഫ് 0 ആയിപ്പോവും. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ജി ഡാഷ് ഓഫ് 0 നോട്ട് ഈക്വൽ ടു 0 വരുന്നവരെ നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് അഗെയിൻ 1 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 6x എന്ന് വരും. ഓക്കെ, അഗെയിൻ ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആയി പോകും, എക്സ് 0 കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ വൺസ് മോർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡ് ബൈ 6xന്റെ ഡെറിവേറ്റീവ് 6. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ നോൺ 0 ആയി, എക്സ് 0 കൊടുത്താലും ഡിനോമിനേറ്റർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് സെയിം ആസ് cos 0 divided by 6. cos 0 is 1 divided by 6. This is the value of the limit. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ എപ്പോഴത്തെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എപ്പോഴാണ് നോൺ 0 ആകുന്നത് അതുവരെ എൽ ഹോസ്പിറ്റൽ റൂള് ഡിഫറൻസിയേഷൻ ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ മതി. Evaluate limit x tends to 0 of e raised to x minus e raised to minus x minus 2 into log 1 plus x divided by x into sin x. ഓക്കെ, അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഡിനോമിനേറ്റർ ഓട്ടോമാറ്റിക്കലി 0 ആണെന്ന് നമുക്കറിയാം. ന്യൂമറേറ്റർ ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് ഇ റൈസ് ടു മൈനസ് 0 എന്ന് പറയുന്നതും 1 ആണ്. ഇത് 2 ഇൻറ്റു ലോഗ് 1 പ്ലസ് 0, അതായത് ലോഗ് 1 ആണ്. സോ മൈനസ് 2 ഇൻറ്റു ലോഗ് 1 എന്ന് വരും. ലോഗ് 1 0 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 മൈനസ് 1 0 മൈനസ് 2 ഇൻറ്റു 0, ന്യൂമറേറ്റർ 0 ആയിപ്പോൾ. താഴെ ഡിനോമിനേറ്ററിൽ എക്സ് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ 0 എന്ന് പറയുന്നത് 0. അപ്പോൾ അതൊരു 0/0 എന്ന് പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് വന്നു. So we can apply El Hospital rule, differentiate numerator and denominator. It is same as limit x tends to 0, derivative of numerator is e raised to x. അപ്പോൾ e raised to minus x ന്റെ ഡെറിവേറ്റീവ് ഒരു മൈനസ് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് e raised to minus x. 2 minus 2 log 1 by x എന്ന് പറയുമ്പോൾ മൈനസ് 2 ഡിവൈഡ് ബൈ log 1 plus x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x. ഓക്കെ, അപ്പോൾ e raised to x minus e raised plus e raised to minus x divided by minus 2 divided by 1 plus x divided by derivative of x sin x. അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x into derivative of sin x is cos x plus sin x. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ 0 ആണ് നോൺ 0 ആണെന്ന് നോക്കുക. ഇവിടെ x 0 ആകുമ്പോൾ e raised to 0 എന്ന് പറയുന്നത് 1, e raised to minus 0 എന്ന് പറയുന്നത് 1, മൈനസ് 2 divided by 1 plus 0 എന്ന് പറയുന്നത് 1. അപ്പോൾ 1 plus 1 minus 2. അഗെയിൻ ന്യൂമറേറ്ററിന്റെ വാല്യൂ 0 ആയിപ്പോൾ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 0 ഇൻറ്റു കോസ് എക്സ്, അത് 0 ആണ്, പ്ലസ് സൈൻ 0 0 ആണ്. അഗെയിൻ അത് 0/0 എന്ന് പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കാണ് നിൽക്കുന്നത്. സോ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് വൺസ് മോർ ബൈ അപ്ലൈയിങ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. ദിസ് ഈസ് സെയിം ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റൈസ് ടു എക്സ്, മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് എക്സ് 1/1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 plus x the whole, sorry, minus 1/1 plus x the whole square. 1/x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ ആണ്. സോ മൈനസ് ഓഫ് മൈനസ് വന്നിട്ട് അത് പ്ലസ് ആവും, ഡിവൈഡഡ് ബൈ എക്സ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ കൊടുക്കുകയാണ്. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ് എന്ന് വരും. ഇവിടെ വീണ്ടും എക്സ് ഈക്വൽ ടു 0 കൊടുത്ത് നോക്കുക. ഇ റൈസ് ടു 0 1 ആണ്, മൈനസ് ഇ റൈസ് ടു മൈനസ് 0 1 ആണ്, പ്ലസ് 2 ഡിവൈഡ് ബൈ 1 പ്ലസ് 0 എന്ന ഹോൾ സ്ക്വയർ ആണ് ഇപ്പോൾ 2. അപ്പോൾ 1 മൈനസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 2 വരും. ഡിനോമിനേറ്ററിൽ 0 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആയി പോയി, 0 ഇൻറ്റു സംതിങ് പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് കോസ് 0 1 ആണ്.
അപ്പോൾ 1 + 1 = cos 0 1 ആണ്. ഇപ്പോൾ 2/2 = 1 എന്ന് വരും. അതാണ് അതിൻ്റെ ലിമിറ്റ്. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എന്ന് പറയുക ദിസ് ഫംഗ്ഷൻ ഈസ് 1. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.